സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവളായി എന്നും നീ കൂടെ. ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല. ഇന്ന് ഭയങ്കര പ്ലാനിങ് ഉള്ളതാണ്. ഇന്ന് ഖുഷി ശർമ്മ വരുമെന്നല്ലേ പറഞ്ഞേ. ഞാൻ തന്നെ ആദ്യം പോയി മിണ്ടണം. ഞാൻ തന്നെ ആദ്യം കമ്പനി ആവണം. ഞാനും ഖുഷിയും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പല അനാശാസവും നടക്കും. തീർച്ചയായിട്ടും പറഞ്ഞോളെ. ഇതെങ്ങോട്ടാ രാവിലെ തന്നെ കുറെ തുണിയും വരി കിട്ടി അലക്കാൻ പോണാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇത്ര രാവിലെ എണീക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് എണീറ്റാ മതി. പിന്നെ നീ ഇതിന് എണീറ്റേ? ഇപ്പം എണീറ്റേനാണ് കുറ്റം. ഞാൻ ഇതുകൊണ്ട് ആ മിഷൻ ഇട്ടിട്ട് വരാം. അതെ, ഇപ്പം എന്താ മനസ്സിൽ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ആ തടിയൻ എന്നെ ചവിട്ടി എണീപ്പിച്ചെന്നല്ലേ? ഒരിക്കലുമല്ല. ഞാനായിട്ട് എണീറ്റതാ. ടുഡേസ് ഇസ് സോ സ്പെഷ്യൽ ഡേ. എനിക്കിന്ന് കുറേ പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റതാ. ആക്ച്വലി ഞാൻ ഉറങ്ങിയില്ല, അതാ സത്യം. ഞാൻ ഇതുകൊണ്ട് ഇട്ടിട്ട് വരാവേ. അല്ല, ഇന്ന് ഫുഡൊക്കെ നേരത്തെ ആയല്ലോ. എല്ലാം നേരത്തെ വെച്ചോ? രാവിലെ എണീച്ചോ ഋഷിയേട്ടെ? ഞാൻ ഇത്രയും കറി എടാ, നീ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വയ്ക്കുന്ന കറിയുടെ എണ്ണം പോലും നിനക്ക് അറിഞ്ഞൂടെ? ഓകപ്പാടെ 1 or 2. അത് എന്നെ ഞാൻ കരഞ്ഞരഞ്ഞാണ് വെക്കുന്നത്. ഇതിവിടുത്തെ കുക്കിങ്ങിൻ്റെ ആൻറ്റിമാർ രാവിലെ വന്ന് അവർ വെച്ചതാ. അവർ വയ്ക്കുകയും ചെയ്തു, അവർ പോവുകയും ചെയ്തു. അവർ വെളുപ്പിനെ വരൂടാ, എന്നിട്ട് ഫുഡാക്കിയിട്ട് പോകും. പിന്നെ വൈകിട്ട് ഒരു ആൻറ്റി വരും. ആൻറ്റി ഡിന്നർ മാത്രമേ ആക്കത്തുള്ളൂ. നീ പോയി അത് ഇട്ടിട്ടോ. ഓക്കെ മൈ ഡിയർ ബ്രോ, ഞാൻ കൊണ്ടിട്ട് വരാവേ. വെയിറ്റ്. ഹായ് ഋഷി, ഗുഡ് മോർണിംഗ്. കാണുന്നില്ലല്ലോ ഋഷി. അവൻ എണീറ്റില്ലേ? ആരാ? തൃശ്ശൂലാണോ? അവൻ എണീറ്റില്ലേ എന്ന് പിറകെ നിറഞ്ഞ് നോക്കക്കോല്ല എന്നെ ജോലി. പിന്നെ ഇതൊക്കെ നീ എന്തിനാ എന്നോടൊന്ന് ചോദിക്കുന്നത്? നിന്റെ ബോയ് ഫ്രണ്ട് അടുത്തുണ്ടല്ലോ, അവനോട് പോയി ചോദിക്കും. അവൻ എണീറ്റില്ലേ പോലും. എന്തോ ബേബി പ്രശ്നം? കോഫിയാണോ? ഇതാണെങ്കിൽ റൂമിൽ നിന്ന് എന്നോട് എന്നെ പറഞ്ഞുകൂടായിരുന്നോ? രാവിലെ എന്നെ റൂമിൽ കയറി വന്നിട്ട് ബാക്കിയുള്ളവന് ഉറങ്ങാനും പറ്റിയില്ല. ഇപ്പം എന്താ വേണ്ടേ? കോഫിയല്ലേ? ഞാൻ എടുത്തു തരാം. അപ്പം ഞാനറിയാതെ രാവിലെ അവർ റൂമിൽ വന്നു, നീ കേറ്റുകയും ചെയ്തു. ഇത് ഞാൻ ഇവിടെ വച്ച് പോലത്തെ അനുവദിക്കത്തില്ല, ഉറപ്പാ. ഞാൻ ഇന്ന് അപ്പയെ വിളിച്ച് പറയും. പറഞ്ഞോ, ഐ ഡോണ്ട് കെയർ. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻ എന്നായാലും അപ്പം അറിയണം. അതിനിപ്പോൾ ഋഷിയുടെ വാഗൊണ്ടാണെങ്കിൽ അങ്ങനെ അറിയട്ടെ, അത്രയും നല്ലത്. എനിക്ക് ഈ പറയണമെന്നുള്ള ബുദ്ധിമുട്ട് മുഖവരെയൊക്കെ അങ്ങ് തീരുമല്ലോ. താങ്ക് യു സോ മച്ച്. എത്രയും പെട്ടെന്ന് പറയണേ.
അപ്പം നീ രണ്ടും കൽപ്പിച്ച? ഇല്ല ഋഷി, തൽക്കാലം ഞങ്ങളിപ്പോ 16 കൽപ്പിച്ച. ഏതായാലും ഇറങ്ങിയില്ലേ, ഇനി ഞങ്ങൾ ഒന്നിക്കാതെ അടങ്ങത്തില്ല. അവൻ്റെ ഫസ്റ്റ് ലവില് ഫെയിലായി. ഇതെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതും നല്ല രീതിക്ക് ഞാൻ അവനെ കൊടുത്തിരിക്കും, അതുറപ്പാകും. അതുകൊണ്ട് 2 എന്നല്ല 3 എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 16 കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. എന്നാ ഞങ്ങളെ 20 കളിപ്പിച്ച. അയ്യോ ബേബി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ബേബിക്ക് പറയാനുള്ള വലിയ വലിയ കാര്യങ്ങളേ അല്ലേ ഇതൊന്നും. ബേബി എവിടെയായിരുന്നു? ബേബി തന്നെ മറ്റോള് മാറോളെ. ബേബി ബേബി ഋഷിയേട്ടാ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ ഈ പ്രേമചലഭം കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ ഋഷിയേട്ടന് ഒരു പണിയില്ലേ? നിങ്ങൾ വന്നേ. അവർ 16 ആണെങ്കിൽ നമ്മളിന്ന് 20 കൂട്ടും. വന്നേ. അയ്യോ ബേബി പോവല്ലേ, പോയി. നീ ഇവിടെ നിൽക്കുക ചെയ്തു, ഞാൻ അവൻ്റെ പിറകെ ഒന്ന് പോയിട്ട് വരാം. എന്തിന് ഒളിഞ്ഞു വെക്കാനോ? അവിടെ നിൽക്കുക കാലമാടോ. അതെ, ആ ചെറുക്കൻ പറഞ്ഞിട്ട് പോയോട്ടോ, നമ്മൾ 16ൻ്റെ പണി കൊടുത്ത് അവ 20ൻ്റെ തരുമെന്ന്. ആ ചെറുക്കന് കാഞ്ഞ കുരുട്ട് കുത്തിയ. അവൻ ഇനി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പോഴാ പിന്നെ വന്നുടനെ ഞാനിവിടെ വന്ന് നിനക്ക് വേണ്ടിയാ ഐ എം ഹിയർ ഫോർ ആക്ടിങ് യുവർ ബോയ് ഫ്രണ്ട് തേങ്ങ മോങ്ങന്നൊക്കെ അവൻ്റെ മുമ്പ് വെച്ച് വിളിച്ചു പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചതാ. അതിനിപ്പോൾ എന്താ? അതെ, ഇനി അങ്ങനെ കാണുകയും തന്നെ എന്നെ പൊന്നി ചെയ്തു. അവൻ നിന്നെ ഒറ്റവും തോന്നുന്നുണ്ടോ? ഹീസ് എ പ്യൂർ സോൾ. അവൻ ഒരിക്കലും അതിന് പറ്റത്തില്ല. അവനങ്ങനെ ആരെയും ചതിക്കാനും വഞ്ചിക്കാനൊന്നും അറിയത്തില്ല, അതാ സത്യം. അവൻ എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയോ. പിന്നെ ഈ പ്രായത്തിൻ്റെ ചാവല്യം പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലേ അത് പറഞ്ഞു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവൻ മറക്കും. അത് നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ഇത്രയൊക്കെ നമ്മൾ നീ പറഞ്ഞിട്ട് നിന്റെ അനിയൻ അവനെ തല്ലിയിട്ട് പോലും അവനതൊന്നും മനസ്സ് വെച്ചുകൊണ്ട് നടക്കുക, വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറല്ല. അതുകൊണ്ട് തന്നെ അവൻ അന്നത്തെ കാര്യം അത് അപ്പോഴേ കളഞ്ഞാണ്, അവന് ഓർമ്മ പോലും കാണത്തില്ല. അപ്പോഴാണ് നീ ഒന്ന് പോയേ, ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടല്ല എൻ്റെ ചെറുക്കനെ പറ്റി. മാറും. എവിടെ മാറാൻ? അതേത് എക്സ്ക്യൂസ് മീ പൊട്ടൻ ചങ്കര, ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാൽ കൂടിപ്പോവും. അതേ, അവനെ എന്നെക്കാളും ഈ നിൽക്കുന്ന നിന്നെക്കാളും പിന്നെ അവന് കണ്ണെടുത്ത കണ്ടുകൂടാ. കമ്പനി ആ പോയില്ലേ മുതൽ ആ പൂച്ച അതുമായിട്ടാണ്. അതുകൊണ്ട് അവൻ എന്തും പറഞ്ഞു കൊടുക്കാം. ആ പൂച്ചയുടെ കൂടെ എന്ത് തെണ്ടിത്തരത്തിൽ നിൽക്കാം. അതുകൊണ്ട് എന്ത് വേണോ എപ്പോൾ വേണോ ഇങ്ങോട്ടൊരടി പ്രതീക്ഷയോ അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അവൻ്റെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അത് അവൻ്റെ എന്തെങ്കിലും പണി കിട്ടുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. എന്ത് പണി? ഒന്ന് പോയേ. പിന്നെ ഇനി എങ്ങാനാവ എനിക്ക് പണി തരുവാണെങ്കിൽ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം എന്താ, അവനാ തരുന്നേ. ഓക്കെ? ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ ചെന്ന് 2 കൈയും കൂപ്പി നിന്ന് വാങ്ങിച്ചിട്ട് വാ. ചെല്ല് മോണ്ട. അമ്മ, ഇന്ന് അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ പറ്റുമോ? എനിക്കിന്ന് അവിടെ പോയി ഇരിക്കാനുള്ളൊരു മൂഡില്ല, അതുകൊണ്ടാ. എന്തു പറ്റി എൻ്റെ മോൻ്റെ മൂഡ് രാവിലെ പോകാനായിട്ട്? നീ കരഞ്ഞോടാ? എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേന്ന് ചോദിച്ചാ ഞാനൊട്ടും ഓക്കെ അല്ലമ്മ. ഇന്നലെ ഞാൻ ചെറിയൊരു സ്വപ്നം കണ്ടായിരുന്നു. തൃശ്ശൂരിനെ പറ്റിയിട്ടാണ്. അവൻ വെള്ളത്തിൽ വീഴുന്നതും അതിൽ കിടന്ന് പെടയുന്നതൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ചാടി എണീറ്റു. അന്നേരം ആരും അവിടെ ഉണ്ടായിരുന്നു. അവനെന്നെ സമാധാനിപ്പിച്ചൊക്കെ. തൃശ്ശൂരടുത്തില്ലാത്തതിൻ്റെയും അന്നേരത്തെ ദേഷ്യവും ഈ സ്വപ്നം കണ്ടതും കൂടെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആരുവിനോട് ദേഷ്യപ്പെട്ടു. നിൻ്റെ അനിയന്മാർ കാരണം ആനാച്ചേന നിന്നെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു. അവർക്ക് എന്നോട് ദേഷ്യം, നമ്മുടെ കുടുംബത്തിനോട് ദേഷ്യം കാണത്തില്ലായിരുന്നു എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ വായി വന്ന് വിളിച്ചു പറഞ്ഞു. അവന് നല്ല വിഷമമെന്നുള്ള ഉറപ്പാണ്. അവൻ പിന്നെ ഗസ്റ്റ് റൂമിൽ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടേ. നല്ല കരഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നിയത്. ഇപ്പോഴും എണീറ്റിട്ടില്ല. ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞേ അമ്മ, മനഃപൂർവ്വം പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക. അലവലാതി, ആ ചെറുക്കനെ നീ കണ്ണും കൈ കാണിച്ച് പ്രേമിച്ച് എന്നിട്ട് അതവിടെ നിന്നപ്പോൾ നിന്റെ അപ്പം സമ്മതിക്കത്തില്ല, തേങ്ങയോ മാങ്ങയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ വിളിച്ചുകൊണ്ട് വന്നത് പോരാ. എടാ, അവൻ നിന്നോട് പറഞ്ഞായിരുന്നോ അവൻ ഇറങ്ങി വരണമെന്ന്?
അവൻ്റെ അപ്പനോട് വന്ന് ചോദിക്ക്, അവൻ അപ്പനോട് പറ എന്തെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നീയും അവനും പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് അറിയാന്നുള്ളത്. അതിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ മോന് കയറി പ്രേമം മൂത്തതല്ലേ, അതുകൊണ്ടായിരിക്കും ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാനും ഒന്ന് ക്ഷമിച്ച് കണ്ണടച്ചതാണ്. എന്നിട്ട് അവൻ കാരണം പോലും അല്ല, നിന്റെ തന്ത കാരണമല്ല അല്ലേ? ഓരോന്ന് ആലോചിച്ച് നടന്ന ഓരോ ഞാൻ സ്വപ്നവും കണ്ടിട്ട് അവനങ്ങനെ വെള്ളത്തിൽ വീഴാൻ പറ്റിത്ര ഉള്ള സിറ്റുവേഷൻസ് ഒന്നും അവിടെ ഇല്ല. മനസ്സിലായോ? ഓരോ കോപ്പിലെ സ്വപ്നം എന്നെ കൂടെ സമാധാനപ്പെടുത്താനായിട്ട്. മര്യാദയ്ക്ക് പിന്നെ ആ ചെറുക്കൻ്റെ അടുത്ത് സോറി പറഞ്ഞ് മിണ്ടിക്കോ. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷനും ദേഷ്യം തീർക്കാനുള്ള അല്ല ഈ വീട്ടിൽ ഇരിക്കുന്നവർ. അതാദ്യം നീ മനസ്സിലാക്കണം. തൊണ്ടയാണെങ്കിൽ അതിനൊന്നും വെളിയിലും വിടത്തില്ല, പഠിക്കാനും വിടത്തില്ല, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. മോനാണെങ്കിൽ മോന് വരുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷൻ മുഴുവൻ ആ കൊച്ചിൻ്റെ മണ്ടയിൽ. ഇതേ നീ ഇപ്പൊ ചെയ്ത് ഇനിയെങ്ങാനും നീ ഇങ്ങനെ വല്ല ആ കൊച്ചിനോട് കാണിച്ചെന്നറിഞ്ഞ ഇനി ഞാൻ വലിച്ചീറ് ഒട്ടിക്ക് നോക്കിക്കോ. ഇതെങ്ങാണോ റോയി അറിഞ്ഞോളോ അവസ്ഥ എന്നറിയോ? അവൻ എന്താ വിചാരിക്കുന്നറിയോ? അവളവിടെ ഉണ്ടായിട്ടും എൻ്റെ മോൻ അവിടെ നരകയാതനയാണ്. എന്നെ കൊണ്ടിട്ട് പറയിപ്പിക്കരുത്. നിന്റെ തന്തയും നീയും കൂടെ കാണിച്ച അബദ്ധം ഇതൊക്കെ. അന്നെങ്ങനെ റോയിയോട് ചോദിച്ചിരുന്നെങ്കിൽ അവന് നിന്റെ തന്തയോട് ഒരു വൈരാഗ്യമില്ല, കണ്ണുടച്ച് കെട്ടിച്ചു തന്നേനെ. ചോദിച്ച കെട്ടിച്ചേരില്ല എന്ന് ചെറുക്കനോട് പറഞ്ഞു കൊടുത്തേക്കുന്നു. എന്നിട്ട് മൂട്ടി വിളിച്ചോണ്ട് വന്നേക്കുന്നു. അപ്പൊ തന്ത ഇവിടെ ജയിച്ചല്ലോ. പുറഞ്ഞിട്ടിപ്പോൾ അതിനെ കുത്തിയിട്ട് വേദനിപ്പിക്കുക. ഇതേ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയിക്കാം. നിന്റെ തന്തയെ പോലെ ആവാനോ നിന്റെ തന്തയ്ക്ക് പഠിക്കാനാവണമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിവിടെ ഇപ്പൊ ഈ നിമിഷം ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോ. ആ പോയി അവനോട് എന്താന്ന് പറഞ്ഞ് മിണ്ടാൻ നോക്കണം. ഞാൻ പൊക്കോളാം കമ്പനിയിലും കമ്പിളി ഓഫീസിലൊക്കെ. അവൻ്റെ ഒരു മാറും. അല്ല അമ്മ, ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. എനിക്ക് എന്തിൻ്റെ കെയർ. അവനത് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാ. ഇല്ലെങ്കിൽ അവൻ ഇന്നലെ അങ്ങനെ കരയത്തില്ലായിരുന്നു. അതങ്ങനെയാ, ഞാൻ അതൊക്കെയല്ലേ വിളിച്ച് പറഞ്ഞത് അവൻ കാരണമാണ്. ശേ ആ ആരു, നീ എണീറ്റായിരുന്നോ? ഞാൻ നിന്നെ റൂമിലൊക്കെ നോക്കിയായിരുന്നു, ഗസ്റ്റ് റൂമിൽ. ഇന്നലെ അവിടെയാണോ കിടന്നേ? ഇങ്ങോട്ട് കണ്ടില്ല. ആ അവിടെ കിടന്നേ. ഞാൻ വിചാരിച്ചു ത്രിലോകിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന്. ഇപ്പോൾ ഓക്കെ അല്ലേ? ആ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർക്ക് മാറിയില്ലേ? എന്താ കോഫി വല്ലതും വേണോ? അതിനാണ് എന്നെ തിരക്കിടന്നേ. വേണ്ട ആരു, ആക്ച്വലി ഇന്നലെ റിയലി സോറി. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അന്നേരത്തെ ദേഷ്യത്തിന് നീ മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരോടെങ്കിലും ദേഷ്യപ്പെട്ട തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയോ ചിന്തിച്ചതെല്ലാം കൂടി ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു. നിനക്കത് നല്ല ഫീലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. റിയലി സോറി ആരും, ഒന്നും മനഃപൂർവ്വമല്ലടാ. അന്നേരം മുടിഞ്ഞ സ്വപ്നം കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ വിളിച്ച് പറഞ്ഞതാ. എനിക്കത് അന്നേ മനസ്സിലായിട്ടില്ലോ. നിന്നെ ഞാൻ മനസ്സിലാക്കാണ്ട് പിന്നെ ആരാ മനസ്സിലാക്കുന്നത്? എനിക്ക് മനസ്സിലായി നീ ആ സ്വപ്നത്തിൻ്റെ ഇത് പറയുന്നതാണ്. ഓക്കെ, നീ അത് വിട്ടാളാം. ഇനിയിപ്പോൾ എന്നോടങ്ങനെ പറഞ്ഞല്ലോ ആനയാ ചേനയാന്നൊക്കെ പറഞ്ഞ് കാട് കയറി ചിന്തിച്ച് വെറുതെ അതും ആലോചിച്ച് റിഗ്രറ്റ് അടിച്ച് ഇങ്ങനെ വന്ന് എൻ്റെ മുമ്പ് നിന്ന് മാപ്പ് പറയാം, സോറി പറയാം, ആ പരിപാടിയും വേണ്ട. നമ്മൾ ഹസ്ബൻഡ്സാണ്. നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിച്ച് വല്ലതും പറഞ്ഞാൽ അത് ക്ഷമിക്കലും ഇതൊക്കെ സഹജമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്നില്ലേ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അല്ലാണ്ട് എപ്പോഴും തല്ലുകൂടുന്നില്ലല്ലോ. തല്ല് കൂടാം, പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ വേണമെന്നുള്ളൂ. മനസ്സിലായോ? ഇത് ഞാൻ അപ്പോഴേ കളഞ്ഞു. എനിക്കറിയാം അന്നേരത്തെ നിൻ്റെ സിറ്റുവേഷൻ എന്താണ്. പിന്നെ വിഷമമായെന്ന് ചോദിച്ചാൽ ആയി, കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല വിഷമമായി. ഞാൻ കാരണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഓഫ്കോഴ്സ് എനിക്ക് വിഷമമായി. പക്ഷേ അത് പോട്ടെ, ഞാനത് അവിടെ കളഞ്ഞു. എനിക്കറിയാം മനുഷ്യൻ്റെ സാഹചര്യം മനസ്സിലാക്കാതിരിക്കാൻ മാത്രം അത്ര പൊട്ടണമെന്നല്ല ഞാൻ. നീ അത് വിട്ടാളോ. ഇനി എൻ്റെ പറയണ നിമാതിരി സോറി മാപ്പോറയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ലവ് യു സോ മച്ച്. എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്നതിന് അഗെയിൻ റിയലി സോറിടാ.
മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. ഇത് നശിച്ച നേരത്താന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ വായിൽ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. നീ പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം, നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. അന്നേരം ഞാനും ഒന്ന് ഓക്കെ ആവും, നീയും ഒന്ന് ഓക്കെ ആവും. ചെല്ലേ. അയ്യോ, ബീച്ചിലോ? അതെന്തിന്? അല്ല, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ അന്നേരം? ഇല്ല, ഇന്നൊരു ദിവസം ഞാൻ എൻ്റെ ഈ പുന്നോര ഹസ്ബൻഡിന് വേണ്ടി അമ്മയോട് പറഞ്ഞ് ലീവ് എടുത്തേക്കാം. അമ്മയോട് ഞാൻ കാര്യം പറഞ്ഞു. രാവിലെ തന്നെ ചെവിയിൽ ഭരണിപ്പാട്ടായിരുന്നു. കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓൾറെഡി റിഗ്രറ്റ് അടിച്ചിട്ട് ഞാൻ അമ്മയോട് പോയി സംസാരിച്ചത്. അന്നേരം അമ്മയുടെ കയ്യിൽ നിന്നും കൂടെ കിട്ടിയപ്പോൾ മതിയായി. അമ്മ ഇന്ന് പൂർണിമ ബിൽഡേഴ്സ് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിന്ന് ഔട്ടിങ്ങിന് പോന്നു. അല്ല, അത് വേണോ? അമ്മേനെ കൊണ്ടുപോകാതെ പോകുന്നത് എന്തിനാ? അമ്മ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മയെ കൂടെ കൊണ്ടുപോകാം. ഓഫീസിൽ വേറെ സ്റ്റാഫ്സ് ഉണ്ടല്ലോ, ഇന്നൊരു ദിവസത്തേക്ക് അവരോട് ഹാൻഡിൽ ചെയ്യാൻ പറ. നിനക്ക് തോന്നണ്ട അമ്മ നമ്മളോടെ വരുമെന്ന്? അതെ, ഞാൻ എന്തിനാ നിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നേ നമുക്ക് നന്നായിട്ടറിയാം. നിൻ്റെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആക്കാനും ഞാനൊന്ന് ഫ്രഷ് ആവാനും. അതുകൊണ്ട് തന്നെ അമ്മ നമ്മുടെ ഇടയിൽ കട്ടുറും പാറ്റി കയറി വരുമെന്ന് നീ കുടിച്ച വെള്ളത്തിൽ വിചാരിക്കണ്ട. ഇനി നമ്മൾ വിളിച്ചാലും അമ്മ വരത്തില്ലെന്നേ പറയത്തുള്ളൂ. സോ അതുകൊണ്ട് എൻ്റെ പൊന്നു മുമ്പ് റെഡി ആവാൻ നോക്കാം, നമുക്ക് പോയിട്ട് വരാം. അമ്മയും നമുക്കും കൂടി പിന്നീടൊരു ദിവസം പോവാം. അത് തൃശ്ശൂർ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഇപ്പോൾ നമുക്ക് മാത്രം പോവാം. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ. ഫൈൻ. ഇകാശേ, നീ ഇറങ്ങിയായിരുന്നോ? എടാ, ഞാനിന്ന് ഓഫീസിലോട്ടില്ല. വേറെ ഒന്നുമല്ല, അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് നമ്മുടെ ഓർഫണേജില്ലേ, അവിടം വരെ പോകണം. പുതിയ 2 പിള്ളേരെന്തോ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്തോ ആക്സിഡൻറ്റിൽ മരിച്ച അവരുടെ മക്കളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ, നീയോ ഞാനോ ആരെങ്കിലും ഒരാൾ പോകാൻ. ഏതായാലും ഞാൻ പോവാം, നീ നേരെ ഓഫീസിലോട്ട് കിട്ടോ. പിന്നെ ഞാൻ പോകുമ്പോൾ തൃശ്ശൂരെ കൊണ്ടുപോവേ. അതെന്തിനാ ഋഷി? നീ ആവശ്യമില്ലാത്ത റിസ്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവനെ കൊണ്ടുപോയിട്ട് അവനങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാലോ? അതൊന്നും വേണ്ട, അവൻ ഇവിടെ നിൽക്കും, നീ പോയിട്ട് വന്നാൽ മതി. അതെ, ഞാനങ്ങോട്ട് ഇറങ്ങി പോവാനാ? ഞാൻ ഋഷി ഏട്ടനോട് പോയിട്ട് അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് തീരുന്നവരെ ഞാനിവിടെ കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒഴിയാബാധമായിട്ട്. ഓ, ഐ സി. ആണോ? അറിഞ്ഞില്ല. അല്ല, നിന്നിപ്പോൾ ഇവിടെ ആരങ്ങോട്ട് വിളിച്ചേ? നിനക്ക് ഈ വീട്ടിൽ ഒരു ജോലിയില്ലേ? തൂക്കുവോ തുടയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൂടെ? നിന്നിവിടെ സെർവൻ്റായിട്ടോ കൊണ്ടുവന്നേ, അല്ലാതെ രാജാവായിട്ട് കിടക്കാനല്ല. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യടാ. എൻ്റെ പൊന്നോ, അതിനെന്നതിനെ ഇങ്ങനെ കടിച്ചീർ തിന്നാൻ നിൽക്കുന്നേ? ഹോ, തിന്നാൻ നിൽക്കുന്ന കണ്ടാത്തോന്ന് ഞാൻ എന്താ ഇൻ്റർനാഷണൽ കുറ്റം ചെയ്തെന്ന്. ഇന്നലെ ഇങ്ങനെ നല്ലതായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കുന്ന സോറി പറയുന്ന എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പം കണ്ടില്ലേ? എൻ്റെ പളഞ്ഞാണ്ടവാ, ഞാൻ കേട്ടത് സത്യമായിരിക്കില്ലേ? തൃശ്ശൂരെ നീ എന്താ പറഞ്ഞേ? ഉമ്മിച്ചോ? അല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സോറി പറഞ്ഞോ? ഈ സോറി ഓക്കെ, ഈ ഉമ്മ ഇക്കാശേ അത് നമ്മുടെ പ്ലാനിലില്ലായിരുന്നല്ലോ. അതിൻ്റെ ഗുഡൻസ് എന്താ? ഉമ്മോ? ആരുമ്മ വെച്ച്? യവന് ഭ്രാന്ത, യവൻ പലതും പറയും. നീ എന്തിനാ ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്നേ? ഞാനൊന്നും ഉമ്മ വെച്ചില്ല. ചെറുക്ക, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിട്ട് ചെപ്പാക്കുറ്റി ഞാൻ പൊട്ടിക്കും. ഓഹോ, ഇപ്പം അങ്ങനെയായില്ലേ? ഞാൻ അനാവശ്യം പറഞ്ഞ താൻ എന്നെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നാട് മുഴുവൻ നടന്നിട്ട് എനിക്ക് ഓസ്കാർ എഴുതി തരുമല്ലോ സർക്കാർ. ഒന്ന് പോടോ. താൻ എന്നെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്, എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. അതെ, ഇവിടെ വീട്ടിലെല്ലാ സ്ഥലത്തും CCTV ഉണ്ടല്ലോ. ആ ഗാർഡനിലെ CCTV ഫുട്ടേജ് എടുത്ത് വെച്ച് നോക്ക്, അന്നേരം കാണാൻ ചെയ്തു കേട്ടാ ഇയാളെന്നെ പിടിച്ചു വെച്ച് ഉമ്മ വെച്ചത്. താൻ എന്തോടാ എന്നെക്കുറിച്ച് വിചാരിച്ചേ? ഞാൻ മണ്ടനാണെന്നോ? ഓഫ് കോഴ്സ് നോ, ഞാനൊരു മണ്ടനൊന്നുമല്ല കേട്ടോ. ഐ തിങ്ക് നമുക്കങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ ആശു? അല്ല, പ്രൂഫ് ഉണ്ടെന്ന് അവൻ പറയുന്ന സ്ഥിതിക്ക് അതിലെന്തെങ്കിലും കാണും, അല്ലേ ആശു? അല്ല, നിന്റെ തെറ്റിദ്ധാരണ അല്ല നിന്റെ നിരപരാധിത്വം തെളിക്കേണ്ടത് നിന്റെ അനുവാദമാണല്ലോ. എന്തനുവാദം? എന്ത് കടമ? അതെ, ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അവനൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇതവൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും എന്നെ തന്നെ ആലോചിച്ചുകൊണ്ട് നടന്നിട്ട്.
അല്ല പിന്നെ ഈ CCTV നോക്കും ആ പരിപാടിയൊക്കെ എന്നെ സംശയിക്കാനാണ് ഇവിടെ ഏതിൻ്റെങ്കിലും ഭാവമെങ്കിൽ ഇത് നല്ല ഇടി കിട്ടും. നീ വന്നേ, നീനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ 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 റൂമിലോട്ടോ വാടാ. എനിക്ക് തോന്നില്ല അവൻ കള്ളോ പറഞ്ഞേന്ന്. അല്ല, സാധാരണ അവൻ അങ്ങനെ കള്ളം പറയുന്ന ഒരു ചെറുക്കനല്ലല്ലോ. ഐ തിങ്ക് സംതിങ് ഹാപ്പൻ ഇൻ ദി ഗാർഡൻ. ഗാർഡന്റെ ഫുട്ടേജ് കാണാൻ പറ്റുമോ? എനിക്കും അങ്ങനെ തോന്നുന്നു മുസു, എന്തോ നടന്നിട്ടുണ്ട്. അതാ ഈ ഗാഷിന് ഇത്ര വെപ്രാളം. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യം എന്താ? ഐ തിങ്ക് സംതിങ് ഈസ് ഹാപ്പൻ. ഈ ഗാർഡനിലെ ഫുട്ടേജ് ഋഷി, ഈ ഗാർഡനിലെ CCTV ഫുട്ടേജ് നമുക്ക് കാണാൻ പറ്റത്തില്ലേ? പറ്റും, പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നുകൊണ്ട് ആ ക്യാമറയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നത്. ഞാനവിടെ ചെന്ന് നോക്കുമ്പോഴൊക്കെ എററായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ ഞാനിനി എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നാണോ? ഇനി അങ്ങനെ വല്ല കിസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇക്കാശ് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനി ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിനെ കൊന്നു തിന്നാതിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അതിനൊരു ഉറപ്പുമില്ല. ഇനി അവൻ പറഞ്ഞതെങ്ങാനും കള്ളവും കൂടിയാണെങ്കിൽ അവൻ്റെ കാര്യം ഗോവിന്ദ. അതിൽ കയറി ചെന്ന് ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് കൂടി കിട്ടിയിടിക്കും. അവൻ പറഞ്ഞു കേട്ടല്ലോ. അവനവൻ്റെ വായും വെച്ച് മിണ്ടാതിരുന്നൂടെ ദൈവമേ. ഇങ്ങനെ ഇടി എരന്ന് വാങ്ങുന്ന ഒരു ചെറുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണാം. പോട്ടാൻ. ഓ മൈ ബേബി, അങ്ങനെ പറയില്ലേ. അതൊരു കുഞ്ഞു മോനല്ലേ. നീയും ബേബിയാ അതും ബേബിയാ. നമ്മളങ്ങനെ ആരെയും പൊട്ടനെന്നൊന്നും പറഞ്ഞുവിടാ. തുടങ്ങി പോഷാണത്തി കൃമി. അവനോ അവൻ്റെ ഒരു കൂബി വിളി. അതെ, ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാം മുസാനെ, അവന് നല്ലൊരു പേരില്ലേ? എന്ത് രസാ പേര്. ചൈതന്യ, ചൈതു എന്ന് വിളിക്കാം. എന്തിനീ ബേബി ബേബി എന്ന് വിളിക്കുന്നത്? എന്താ അവനെ കണ്ട നിബിൾ കുപ്പി ഉറിഞ്ചിക്കൊണ്ട് നടക്കുന്ന ചെക്കനെ പോലെ ഉണ്ടോ? പിന്നെ നീ അവനെ എന്തോ വിളി. നിന്നെ അവനായിട്ടെടുത്ത് തലയിൽ വെച്ചതല്ലേ, അനുഭവിക്കണം. നീ ഇത് അനുഭവിക്കണം. പക്ഷേ ഞാൻ കേൾക്കെ വിളിക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചെറുക്കനെ നീ ബേബി എന്ന് വിളിക്കരുത്. നിന്റെ അങ്ങോട്ടുള്ള ചാട്ടമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ, നടക്കത്തില്ല. നീ ഇത് അനുഭവിക്കണം. നീ ഇത് അനുഭവിക്കണം. പിന്നെ ഇവിടെ അനാസാക്ഷ്യം ചെറുക്കാൻ കാരണം ഇവിടെ അനാസാക്ഷ്യം അയ്യോ അനാസാസ്യം കാണിച്ചു കൂട്ടാനാണ് നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ അതിനെ ഋഷി ചാവണം. ഓർത്തു വെച്ചോ. കൊളപ്പണി വണ്ടി വിളിച്ച് വരുന്നുണ്ട്. ഇവിടെ തറയും. പിന്നെ ഒന്ന് പോറിഷി, നീ കൂടിപ്പോയാൽ എന്തോ ചെയ്യും? അപ്പയോട് പറഞ്ഞു കൊടുക്കും. ഞാൻ അതിനുള്ള മറുപടി നിന്നോട് രാവിലെ പറഞ്ഞല്ലോ. നീ അപ്പയോട് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണ സമ്മതം. അങ്ങനെയെങ്കിലും എൻ്റെ കുറച്ച് ടെൻഷൻസ് ഒഴിവായി കിട്ടും. ഒരാൾ അപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്രയും ലാഭമാണ്. ഞാൻ പോയി ബാക്കി അങ്ങ് പറഞ്ഞ് പൂരിപ്പിച്ചാൽ പോരെ. പിന്നെ എൻ്റെ മുസുവിൻ്റെയും കല്യാണം ഉറപ്പിക്കും. ഹാപ്പി ലൈഫ്. ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് നീ പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും നല്ലത്. പെട്ടെന്ന് തന്നെ പറയണേ കേട്ടോ. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് പോയി വിളിച്ച് പറഞ്ഞോ. മുസു, നീ ഒരു കാര്യം ചെയ്യും. ബാ, നമുക്ക് റൂമിൽ പോയിരുന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിരിക്കാം. ബാ. എവിടെ നിന്നെ മുസുവും കുസുവൊക്കെ അവിടെ നിൽക്കും. അതെ മുസാനെ, നീ എൻ്റെ കൂടെ ഓഫനേജിലോട്ട് വരുക. എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. കൈക്ക് ഭയങ്കര വേദന. ഇന്നലെ സൈറ്റിൽ പോയപ്പം ഒരു ചൂലെടുത്ത് അപ്പുറത്തോട്ട് മാറ്റിയിട്ടതാണ്. അതിനുശേഷം ഭയങ്കര വേദനയാണ്. നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമല്ലോ. പിന്നെ തൃശ്ശൂരിലാണെങ്കിൽ ഓട്ടിക്കാന്ന് വെച്ചാൽ അവൻ ഇവിടുത്തെ ലൈസൻസ് ഒന്നുമില്ല, എടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ അവനോട് ഓട്ടിക്കാൻ പറയാനും പറ്റില്ല. ഇതിപ്പോൾ മുസാനാകുമ്പോൾ ഇവിടുത്തെ ലൈസൻസ് ഉണ്ടല്ലോ. ചെയ്തൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പോകുന്നു, കുഴപ്പമില്ല. പക്ഷേ മുസാൻ വണ്ടി വെട്ടിക്കും. മുസാൻ്റെ അടുത്ത് ഞാനായിരിക്കും. ചെയ്തൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്ത് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഹലോ, എക്സ്ക്യൂസ് മീ. ഋഷിയുടെ വിചാരം എന്താ? എൻ്റെ ബോയ് ഫ്രണ്ട് ഋഷിയുടെ ഡ്രൈവറാണെന്നോ? നോ വേ, അത് നടക്കത്തില്ല. ഓഫ് കോഴ്സ് അവൻ വരത്തില്ല. നീ പോവോ മുസു? ടെക്നിക്കലി ചിന്തിച്ച ഞാൻ ഇവിടെ ഇരുന്ന ചൈതുവിൻ്റെ വായിരിക്കുന്ന കേട്ട് വയറ് നിറയ്ക്കേണ്ടി വരും. ഇനി ഞാൻ ഋഷിയിലൂടെ പോയാൽ കൂടെ ആരുണ്ട്? ഋഷുണ്ട്. അവൻ്റെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ടെക്നിക്കലിയും മെൻ്റലിയും ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതാണ് ലാഭം. ബേബി, നമ്മൾ ഒരാളൊരു ഉപഹാരം ചോദിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കണം.
ഇപ്പൊ എന്തോ ഋഷി ചോദിച്ചേ? ഒരു സഹായം. അവന്റെ കൈ വയ്യാത്തോണ്ടല്ലേ. ബേബി, നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ചെറിയ കാര്യത്തിനൊന്നും ഇങ്ങനെ ദേഷ്യം വെക്കാൻ പാടില്ല. ബേബിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു വണ്ടി ഓട്ടിക്കാനല്ലേ ഞാൻ പോവാം. ബേബി വന്നോ, കുഴപ്പമില്ല. ഓ സാമദ്രോഹി തേണ്ടി തൃശ്ശൂരിൻ്റെ പുറകെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കോഴി തന്നെ അവൻ. എൻ്റെ ദൈവമേ, അത് എന്നാണാവോ നന്നാവുന്നത്. അത് ആ തൃശ്ശൂരിൻ്റെ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോഴത്തേക്കും അവൻ പഠിച്ചോളും. വേണ്ട, ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. എന്തായാലും മുസു പറഞ്ഞ സ്ഥിതിക്ക് പൊക്കോ. വണ്ടിയോ ഓട്ടോയോ ലോറിയോ എന്താന്ന് വെച്ചാൽ പോയി ഡ്രൈവ് ചെയ്ത് കൊടുക്കും. ഡ്രൈവറായിട്ട് ഇങ്ങനെ പൊക്കോ. ഞാൻ പറയുന്നൊന്നും കേട്ടോ കേട്ടോ അയാൾ. പൊട്ടി. അയ്യോ ബേബി, ബേബി പോവല്ലേ, പിടങ്ങല്ലേ. അയ്യോ ബേബിക്ക് ചങ്കടായോ. ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ആ ഫ്രിഡ്ജിലൊരു പാലിരിപ്പുണ്ട്, അത് ആ നിപ്പിൾ കുപ്പിക്കകത്തെ ഇത് ചൂടാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങ് റൂമിൽ പോയി തൊട്ടിലിട്ടാക്കിയിട്ട് അണ്ണാക്കിലോട്ട് അടിച്ചു വെച്ചു കൊടുക്കും. അപ്പം ബേബിയുടെ വിഷമം മാറും കേട്ടോ. ബേബി പേൻ അങ്ങനത്തെ മാറാ പെങ്കോന്ത, സോറി ആങ്കോന്ത. ആങ്കോന്തനാ? എന്റെ ദൈവമേ, ഒരു ഉപകാരം ചെയ്യാൻ വന്നിട്ട് ഞാൻ എന്തൊക്കെ കേൾക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരെയൊക്കെ വായിരിക്കുന്ന കേട്ടാലും ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ തൃശ്ശൂരിൻ്റെ പുറകെ പോയിരിക്കും. ബിക്കോസ് ഐ ലവ് ഹിം. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ വളച്ച് കുപ്പിയിലാക്കണം. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും പാവമായിട്ടുള്ള, ഇത്രയും എനിക്ക് ചേരുന്ന വേറൊരാൾ ഈ ഭൂമിയിലില്ലെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കാൻ ഞാൻ എന്ത് തെരിയുടെ വരത്തിലും കാണിക്കും. വീട് 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 എന്താ? ഹൗ ഡെയർ യു? നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ അതാരോടും പറയരുതെന്ന്? പറഞ്ഞാണോന്ന്? എന്നിട്ട് നീ അവിടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറഞ്ഞു അല്ലേ? അവർ CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ ഞാൻ എന്തു ചെയ്യും പറ? ഞാൻ എന്തു ചെയ്യുമെന്ന് പോട്ടെ, അന്നേരം ഞാൻ നിന്നെ എന്തു ചെയ്യണം അത് പറ. നിന്നെ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ ചിന്തിച്ച് നോക്കും. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ നിന്നെ എന്ത് ചെയ്യണം പറ? ഒന്നും ചെയ്യണ്ട, അതറിയാതെ വന്നു പോയതാ. അന്നേരം പറഞ്ഞു നിൽക്കാൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഫ്ലോയിൽ വന്നതാ. ഒന്നും ചെയ്യല്ലേ കാശേ. നിന്നെ വേദനിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കളഞ്ഞു. ഇനി ഞാൻ നിന്നെ സ്നേഹിക്കത്തേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്ക് പരാതിയല്ലേ, നിന്നെ തല്ലിയ പ്രശ്നം, നിന്നെ വഴക്കുറഞ്ഞ പ്രശ്നം. അപ്പം നിന്നെ അറിഞ്ഞങ്ങ് സ്നേഹിച്ചാൽ കുഴപ്പമില്ലല്ലോ. അന്നേരം നിനക്കും ചിലതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. നീയല്ലേ പറയും. പറഞ്ഞ എനിക്കെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ ഇതുപോലെ തടി തപ്പും. പക്ഷെ നീ എന്ത് ചെയ്യും? അപ്പോൾ ഇതിന് നിനക്ക് ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും ഇക്കാണിച്ച പരിപാടിക്ക് നിനക്ക് പണിഷ്മെൻറ്റ് വേണം. എന്തു പറയുന്നത്? വേണ്ടേ തൃശ്ശൂർ വിഷ്ണുദാസേ? വേണ്ട, ഞാനിനി ഇങ്ങനെ പറയത്തില്ല. അല്ല, ഞാനിനി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സത്യം. പണിഷ്മെൻറ്റ് തരല്ലേ. എനിക്ക് തുണി കഴുകാനും പാത്രം കഴുകാനൊന്നും അറിയത്തില്ല. സത്യമായിട്ടും ഞാൻ പാത്രം കഴിക്കുക, ആ അടുക്കള മുഴുവൻ വെള്ളമാവും. പിന്നെ ഋഷിയേട്ടൻ എന്നെ വീണ്ടും ചീത്ത പറയും, വീണ്ടും പണിയാവും. വെറുതെ എന്തിനാ എന്നെ കൊണ്ട് അറിഞ്ഞൂടാത്ത പണി ചെയ്യിപ്പിക്കുന്നത്? പണിഷ്മെൻ്റ് അല്ലേ? പണിഷ്മെൻ്റൊക്കെ എന്തിനാ? നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഈ കാശ്. പിന്നെ 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 നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിടയിൽ അങ്ങനെയൊക്കെ വരാൻ പാടുള്ളൂ, അതറിയത്തില്ലേ? നമ്മൾ തമ്മിലല്ലേ ഇങ്ങനത്തെ ഡീലിങ്ങൊക്കെ. പിന്നെ നീ വിചാരിക്കും പോലെ മുറ്റം തൂക്കാൻ പറയേക്കാം, വീട് തുടയ്ക്കാൻ പറയേക്കാം, തുണി കഴുകാൻ പറയേക്കാം. ഇങ്ങനെയൊക്കെ പണിഷ്മെൻ്റ് തരാൻ ഇത് ചന്ദനവര സീരിയലല്ലല്ലോ തൃശ്ശൂർ വിഷ്ണുദാസേ. ഇത് ഇഗാഷിൻ്റെ ലോകമാണ്. 31 days. ഇവിടെ ഞാൻ പറയുന്നത് എന്താണോ അത് നീ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്കാ ചെയ്യാൻ വന്ന കാര്യം അറിയണ്ടേ ഇഗാഷ്? പ്ലീസ് ഒരിക്കലത്തേക്ക് എന്നോട് ക്ഷമിക്കോ. ഇനി ഞാൻ ഇഗാഷനെ സത്യം വാ തുറക്കത്തില്ല. അയ്യോ, അത്രയും വലിയ സത്യങ്ങളൊന്നും ഇടരുതേ. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണ് നീ സത്യം ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല.
നിൻ്റെ ആഗ്രഹം എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് തട്ടിപ്പോണം. നടക്കത്തില്ല മോനെ. ഇന്ന് നീ അവന്മാരെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തിയാനുണ്ടല്ലോ, അതിന് ഞാൻ നിനക്ക് നല്ല സ്നേഹോപലമായ പണിഷ്മെൻറ്റ് തന്നിട്ടേ ഓഫീസിൽ പോവും. അല്ലാതെ ഞാൻ ഈ നിൽക്കുന്നിടത്ത് നാനങ്ങൊന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നീ റെഡിയല്ലേ പണിഷ്മെൻറ്റിന്? അല്ല, എനിക്ക് പണിഷ്മെൻറ്റ് വേണ്ട. ഇമ്പോസിഷൻ ആണെങ്കിൽ ഞാൻ എഴുതാം. സത്യം. ഇതെന്ത് പണിഷ്മെൻറ്റാ? എങ്ങനെയാ? സിമ്പിളാണോ? എനിക്ക് പണിഷ്മെൻറ്റ് വേണ്ട കാശ്. സീരിയസ് ആയിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഭയങ്കര കുഞ്ഞിതാ. ഇങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ പണിഷ്മെൻ്റായിട്ട് പറയാൻ പോകുന്ന കാര്യം നീ എന്തായാലും ചെയ്യും. നിനക്കറിയുകയും ചെയ്യാം. നീ ലണ്ടനിലല്ലേ വളർന്നത്. ഓഫ് കോഴ്സ് നീ അത് ചെയ്തിരിക്കും. ഇനി നിനക്കത് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല മോനെ തൃശ്ശൂലേ. അപ്പോൾ പറയട്ടെ, ആക്ച്വലി ഇതിപ്പോൾ കുറേ നേരമായി അപ്പം പറയട്ടെ എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ ഇകാശ് നല്ലതുപോലെ എന്നെ തള്ളുന്നുണ്ട്. എനിക്ക് നല്ലതുപോലെ ചപ്പുന്നുണ്ട്. ഐ മീൻ എൻ്റെ വയറ്. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. സോ പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പണിഷ്മെൻറ്റ് ഞാൻ ചെയ്യായിരുന്നു. ഓ ഐ സി. അപ്പം നിനക്ക് പണിഷ്മെൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫൈൻ. എന്നാ കേട്ടോ, കിസ് മീ. എന്താ ഇകാശ് ഇപ്പം എന്താ പറഞ്ഞേ? ഓ നീ കേട്ടില്ലേ? ഐ സെഡ് കിസ് മീ. അത് പറ്റത്തില്ല. വേറെ എന്ത് പണിഷ്മെൻ്റ് വേണോ പറഞ്ഞോ? ഓ അപ്പം നിനക്ക് കിസ് ചെയ്യാൻ പറ്റത്തില്ല. ഫൈൻ. വേറെ എന്ത് പറഞ്ഞാലും നീ കേൾക്കും. ദെൻ വി ക്യാൻ ഡു ഇറ്റ് ഓൺ അവർ ഫസ്റ്റ് നൈറ്റ് ടുഗെദർ. നോ വാ. അയ്യോ അത് വേണ്ട. ഇക്കാശ് വെറുതെ കളിക്കല്ലേ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ടേ. ഓ അപ്പം നിനക്കെന്നെ പേടിയുണ്ട്. എന്നിട്ട് എന്തിനാണ് നീ അവിടെ പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞാണോ അത് പറയരുതെന്ന് ആരോടും? നിൻ്റെ അടപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അത് പോയി അവിടെ വിളമ്പി കൊടുത്തേക്കുന്നു അല്ലേ? അതും എൻ്റെ ചേട്ടന്മാരുടെ മുമ്പേ. പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്ത് വിചാരിച്ചാണതല്ല? ഞാൻ അവരുടെ മുമ്പേ ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ഈ ഒരു വേഷം കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഭൂമിയിൽ അത് നീയാ. ഇതിന് നിനക്ക് ഞാൻ പണിഷ്മെൻറ്റ് തരും. ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് കളിച്ച് തപ്പിത്തടയലുണ്ടല്ലോ, അതിന് ഞാൻ എന്തെങ്കിലും തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇക്കാശ് റൈചന്ദ് ചൗധരിയാന്ന് പറഞ്ഞറിഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നിന്നോട് പറഞ്ഞു കിസ് മീ. എന്നാൽ നിന്നെ ഞാൻ ഇപ്പോൾ വിടാം. ഒന്നും ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഓഫ്കോഴ്സ് ഞാൻ ചെയ്യും. എൻ്റെ അപ്പ സത്യം കിട്ടും. അപ്പ സത്യോ? കഷ്ടമുണ്ട്. ഞാൻ കിസ് ചെയ്യാം. പക്ഷെ ഇനി ഇങ്ങനത്തെ പണിഷ്മെൻറ്റ് തരരുത്. അതിനുള്ള അവസരം വരുത്തുന്നത് നീയല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ. അപ്പം നീ ആലോചിക്കുക. അല്ല ഞാനല്ല ചെയ്യണ്ടേ. കിസ് മീ. വയ്ക്കുക അല്ല വയ്ക്കാം. എനിക്ക് ക്ഷമ തരണേ. എനിക്ക് കൺട്രോൾ തരണേ. ഇപ്പം തന്നെ ശ്വാസം മുട്ടുക. ഇയാൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നോക്ക്. അയ്യോ എന്താലോചിക്കുക? വെക്കടാ. ചെയ്യുന്നില്ലേ? പെട്ടെന്ന് ചെയ്യും.
നിൻ്റെ ഈ പണിഷ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകണം. ഒരുപാട് വർക്കുണ്ട്. ഇന്ന് ഋഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐ എം സോ ബിസി. പെട്ടെന്നാട്ടെ, കിസ് മീ. അത് പിന്നെ ഇകാഷ് കിസ് ചെയ്യുന്നതല്ലേ പണിഷ്മെൻറ്റ്? അതിപ്പോൾ ഇകാഷ് ആണെങ്കിലും ചെയ്താൽ പോരെ? ഇന്നലത്തെ പോലെ ആണെങ്കിൽ ഞാനങ്ങ് വെച്ചിട്ട് പോകേണ്ട ടൈം കഴിഞ്ഞു. ഇത് പണിഷ്മെൻറ്റാണ് നിനക്കുള്ളത്. അപ്പം ഞാൻ തന്നെ വെക്കണമല്ലേ? ഓഫ് കോഴ്സ് നീ തന്നെ വെക്കണം. കമാൺ, കിസ് മീ. പെട്ടെന്ന് ഒരു കിസ്സല്ലേ ചോദിച്ചോളൂ. ലണ്ടനിൽ പഠിക്കുന്ന നിനക്ക് ഇതൊന്നും ചെറിയ കാര്യമല്ലെന്ന് എനിക്കറിയാം. പെട്ടെന്നാവട്ടെ. അതെയോ? ഇല്ല. അപ്പോൾ പൊന്നുമോൻ ഇപ്പോൾ കിട്ടിയതൊന്നും മറക്കണ്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ഇതും കൂടി ചേർത്തങ്ങ് പറഞ്ഞേക്കും. പിന്നെ ഇപ്പോൾ കിട്ടിയതും ഇതിൻ്റെ കൂട്ടുപലിശയും എല്ലാം കൂടെ ഓർത്ത് വച്ചേക്കും. ഇതുപോലെ വേറെയും കുറേ പണിഷ്മെൻറ്റ് ഇകാശേട്ടനറിയാം. അതൊക്കെ എടുപ്പിക്കാൻ സമയമാകുമ്പോൾ ഞാൻ എടുത്തോളാം. ഇപ്പോൾ പോട്ടെ, ഓഫീസിൽ പോയ സമയം. ബൈ. ഞാൻ ആരടുത്തും പറയത്തില്ല. എന്നാൽ നിനക്കൊള്ളാം. അയ്യേ, എനിക്ക് ഏത് നേരത്താണോ അങ്ങനെ വിളിച്ച് പറയാൻ തോന്നിയത്? ഇതിപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. പക്ഷെ കൊള്ളായിരുന്നു. അയ്യോ, പുള്ളിക്കാരൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതല്ലേ? ഓ, എന്നിട്ട് അയാൾക്ക് എന്താ ഒരു കൂസലില്ലാത്തത്? പട്ടി. മോശം. ആ പെങ്കുച്ചും കൂടെ ഇതറിഞ്ഞാലോ? ഓ പിന്നെ ഞാനൊന്നുമല്ലല്ലോ, അങ്ങേരല്ലോ എന്നെ കൂടെ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഓ, അപ്പോൾ പിന്നെ ഞാനെന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഐ ഡോണ്ട് കെയർ. എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പേടിച്ചിട്ട് ചെയ്തു. എനിക്കെത്ര അറിയാവും? ആരെയും ചോദിച്ചാൽ ഞാനങ്ങനെ പറയും, നോക്കിക്കോ. എന്നാലും ഇത് 2 കിസ്സ കാലമാടെ നോസിനടിച്ചെടുത്തത്. എന്ത് ചെയ്ത കൊള്ളാം. പട്ടിൻ്റെ ഇടന്നവനെ പോലെ കാണിക്കുന്ന. தொடங்கினால் கூசும் இடங்களா நகங்களே கீரும் படங்களா தேகம் என்பதென்ன ஓராடை கோபுரம் ஆடை வெல்லும் போது ஓர் காமன் போர் வரும் குறும்புகள் குறையாது தழும்புகள் தெரியாது காதல் தீவிரவாதியின் ஆயுதமானதே என்னை திண்ணி திண்ணி தீ மூட்டுகிறாய் துண்ணி துண்ணி தேனை ஊட்டுகிறாய் நீயே காதல் நூலகம் கவிதை நூல்களாயிரம் காதல் தீவிரவாதியின் ஆயுதமானதே என்னை திண்ணி திண்ணி தீ மூட்டுகிறாய் துண்ணி துண்ணி தேனை ஊட்டுகிறாய். ഓ ത്രിലോക, നീ എന്താ കടലിൽ ഇറങ്ങാത്ത? എന്താടാ നോക്കുന്നത്? വാ. ഇപ്പോൾ ഒരു മൂഡില്ല. ചെല്ലേ, നീ പോയി കളിച്ചോ. ആരു, റിയലി സോറി ആരു. എൻ്റെ പൊട്ടത്തരം അതൊക്കെ. റിയലി സോറി.
ഐശേ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. നീ ഇതുവരെ ഇതൊന്നും കളഞ്ഞില്ലേ? നീ എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോഴും ബീച്ചിൽ പോയപ്പോഴും ഞാനെല്ലാം കളഞ്ഞു. ഇതോ ആ വരുന്ന തിരമാലകളുടെ കൂടെ കിടന്ന് കളിച്ചപ്പോൾ എല്ലാം ഒഴുകിപ്പോയി. ഇനി ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ ഫ്രീയാ. ഇപ്പം നിന്റെ പ്രശ്നം എന്താ? തൃശ്ശൂർ അവിടെയാ, എനിക്ക് മനസ്സിലാവും. ഇനി എൻ്റെ അനിയന്മാരാണെങ്കിലും നിന്റെ അനിയൻ അവിടെ സേഫാണോ, എന്ത് ചെയ്യുക, ഇതൊക്കെയല്ലേ നമുക്കൊരു നോക്കാം. വാ. അത് വേണ്ട. ഇനിയിപ്പോൾ അച്ഛ അറിഞ്ഞാൽ അതൊരു പ്രശ്നം. പോരാനിട്ട് നിന്നെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ ചൈതൂനെ നിനക്കറിയാമല്ലോ. ചൈതൂന് ഇക്കാഷിനൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. വേണ്ട, വെറുതെ നമ്മളായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. കുഴപ്പമില്ല, സേഫായിരിക്കും. ഓക്കെ, എന്നാൽ നിന്റെ മൂഡ് ശരിയാവാനായിട്ട് നമുക്ക് നമ്മുടെ ഓഫനേജ് വരെ പോയാലോ? അതൊരു ഗുഡ് ഐഡിയ ആണ്. പിന്നെ അത് നമ്മുടെ അല്ല, അത് റായ്ചന്ദ് ഗ്രൂപ്പും പൂർണിമ ബിൽഡേഴ്സും കൂടെ ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അത് പറഞ്ഞപ്പോഴോർത്തെ, ഇന്നവിടെ 2 പിള്ളേരുടെ എന്തോ ന്യൂ അഡ്മിഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തോ ആക്സിഡൻറ്റിൽ മരിച്ചവരുടെ ആരെയും മക്കളെന്നാണ് പറഞ്ഞത്. അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് റായ്ചന്ദ് ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും വരുമെന്നാണ് പറഞ്ഞത്. ഇന്ന് തന്നെ പോണോ? ആഹാ, എന്നാൽ ഇന്ന് എന്നെ പോണം. അതെ, ആ വരുന്നുണ്ടെങ്കിൽ അത് ഋഷിയായിരിക്കും, അല്ലാതെ ഇക്കാശ് ആവത്തില്ല. അവൻ ഇമാതിരി ഡീലിങ്ങിലൊന്നും ഇറങ്ങി പോകാറില്ല. അവൻ കമ്പനിയിലും ഋഷിയായിരിക്കും ഇവിടെ വരുന്നത്. ഋഷിയുടെ അടുത്താണെങ്കിൽ എനിക്ക് സംസാരിക്കുകയും ചെയ്യാം, തൃശ്ശൂരിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ, നമുക്ക് പോവാം. ഓക്കേ, എന്നാൽ നമുക്ക് പോവാം. ഋഷിയാണെങ്കിൽ നീ പറഞ്ഞ പോലെ വലിയ സീനില്ല. പിന്നെ നിന്നോട് മിണ്ടുമല്ലോ അവൻ, അതുകൊണ്ട് നിന്നോട് പറയും. എന്നാ ബാ പോവാം. പക്ഷേ അന്നേരമേ അവരുടെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. വലിയ ജാട കാണിച്ച് നിന്നു. ഇതിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ബൈക്കുണ്ട്, ഓട്ടിക്കാൻ അറിയത്തില്ല, ഞാനെന്ത് ചെയ്യാനാ? കാറുണ്ട്, ഓട്ടിക്കാൻ അറിയത്തില്ല, ഞാനെന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ബോറടിച്ച് ചാവുമല്ലോ ദൈവമേ ഞാൻ. ഇവരിത്ര പെട്ടെന്ന് വന്നാ? ഇവന്മാർ കാറിൽ തന്നെയല്ലേ പോയേ? അത് പറന്നാണോ പോയേ? baby.